അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഅയ്ദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് റഹ്ഫത്ത് കൊണ്ട് അവൻ ബഹുമാനിക്കുകയും ആദരിച്ചതിനെ ആദരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ബഹുമാനിച്ച വിശുദ്ധമായ റജബ്, ആ റജബ് എല്ലാ നിലക്കും അതിനെ ആദരിക്കുകയും റജബിൻ്റെ പൂർണ്ണമായ മഹത്വം സ്വീകരിക്കുകയും ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കുകയും ആദരിച്ചതിനെ അനാദരിക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യരിൽ നമ്മയും നമ്മുടെ പരമ്പരകളെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് ആഗതമായി. വളരെ മഹത്വമുള്ള മാസമാണ് റജബ് എന്ന് നമുക്കറിയാം. റജബിനെക്കുറിച്ച് നാം കൂടുതൽ പഠിച്ചിട്ടുണ്ട്. എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും നാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട ഒന്നാണ് റജബിൻ്റെ മഹത്വം. അതിന് കൂടുതൽ മഹത്വത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ലെങ്കിലും അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഹബീബ് വിശുദ്ധമായ റജബിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയത് റജബ് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. നമുക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടാനുള്ള മാസമാണ്. വിശുദ്ധമായ ശഅബാൻ അത് മഹബത്തിൻ്റെ മാസമാണ്. വിശുദ്ധമായ റമളാൻ ഖുർബിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, റജബുൻ ഷഹ്റുല്ലാഹി, റജബ് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാസമാണ്. മറ്റ് മാസങ്ങൾ അള്ളാഹുവിൻ്റേതല്ലാത്തത് കൊണ്ടല്ല. അവൻ എൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്നത് പോലെ മറ്റു കുട്ടികൾ അയാളുടേതല്ലാത്തത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. അത് മഹബത്തിൻ്റെ, ആ കുട്ടിയോടുള്ള കൂടുതൽ സ്നേഹത്തിൻ്റെ ഒരു നിദർശനമായിട്ടാണ് അതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധമായ ശഅബാൻ മാസം ഷഹ്രി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അത് എൻ്റെ മാസമാണ്. മാത്രമല്ല റമളാൻ മാസം ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഇങ്ങനെ വളരെ മഹത്വമുള്ള മാസമായ വിശുദ്ധമായ റജബ്, ആ റജബ് തൗബയുടെ മാസമായതുകൊണ്ട് തന്നെ നാം തൗബ ചെയ്തുകൊണ്ട് റജബിൽ പ്രവേശിക്കുന്നു. എന്തിനു വേണ്ടി? വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഓർമ്മപ്പെടുത്തി, ഈ ഒരു വർഷം മൊത്തത്തിൽ ഒരു വൃക്ഷത്തെ പോലെ നാം കാണുകയാണെങ്കിൽ ആ വൃക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഇലകൾ ഇലച്ചുകൊണ്ട് അത് തളിർക്കുന്ന സമയമാണ് വിശുദ്ധമായ റജബ് മാസം. ആ റജബ് മാസം, അതിൻ്റെ ശേഷം പിന്നീട് ശഅബാൻ മാസം വരുമ്പോൾ അതിൽ പൂക്കളും കായ്കളും നിറയുന്നു. അങ്ങനെയുള്ള മാസമാണ് വിശുദ്ധമായ ശഅബാൻ. റമളാനാണെങ്കിലോ ഇതെല്ലാം കൊയ്തെടുക്കുന്ന മാസമാണ്, ആ കായ പറിക്കുന്ന മാസമാണ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തിയത്, ഈ വിശുദ്ധമായ ശഅബാൻ റജബിൽ നാം വിതച്ചു കഴിഞ്ഞാൽ ആ വിതക്ക് നനയ്ക്കുന്ന മാസമാണ് വിശുദ്ധമായ ശഅബാൻ. അത് കൊയ്തെടുക്കുന്ന മാസമാണ് റമളാൻ എന്ന് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ വിശുദ്ധമായ മാസത്തിൽ നാം വിതച്ചെങ്കിലേ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയൂ. പലരും ചിന്തിക്കുന്നത് വിശുദ്ധമായ റമളാൻ ആഗതമായതിൻ്റെ ശേഷം മാത്രമാണ്.
ഇനി നമുക്ക് റമദാനിലേക്ക് കടക്കാം, പെട്ടെന്ന് തൗബ ചെയ്യാമെന്നെല്ലാം ചിന്തിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ പലർക്കും അത് സാധ്യമാകുന്നില്ല. നേരത്തെ തന്നെ അതിന് ഒരുങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് നമുക്കതിനു വേണ്ടി റമദാനിലേക്ക് ഒരുങ്ങാൻ, അതിനു വേണ്ടി വിതയ്ക്കാൻ വേണ്ടിയാണ്. വിതച്ചതല്ലേ കൊയ്തെടുക്കൂ. വിശുദ്ധമായ റജബിൻ്റെ മഹത്വം, ഒരുപാട് മഹത്വങ്ങൾ ഉദാഹരണ സഹിതം ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹത്വം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, ഹബീബ് പറയുകയാണ്, ഞാനും മറ്റ് അമ്പിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെയാണ് റജബ് മാസവും മറ്റു മാസവും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ അതിൽപ്പെട്ട ഷഹ്റു റമദാൻ, അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തും അവന്റെ സൃഷ്ടികളും തമ്മിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത്രയും മഹത്വം അതിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മാസത്തിൽ നാം പരിപൂർണമായി അള്ളാഹുലേക്ക് പാപമോചനം നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശുപാർശ നമുക്ക് ലഭിക്കാൻ, സ്നേഹം ലഭിക്കാൻ, ആ സ്നേഹം മുത്തുനബിയുടെ സ്നേഹം ലഭിച്ചു പിന്നീട് നാം അള്ളാഹുവിൻ്റെ കുർബിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നാം കൂടുതൽ പതിവാക്കേണ്ട ചില ദിക്റുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന ദിക്ർ രാത്രിയിലും പകലിലും 70 വീതം നാം ചൊല്ലുമ്പോൾ വലിയ മഹത്വമാണ് മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഓരോ 10ലും നാം ചൊല്ലേണ്ട ദിക്റുകൾ സുബ്ഹാനല്ലാഹിൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ ആദ്യത്തെ 10ൽ പതിവാക്കാൻ വേണ്ടി മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ 10ൽ സുബ്ഹാനല്ലാഹ് അൽ അഹദി സ്വമദ് എന്ന ദിക്ർ ചൊല്ലാനാണ് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമത്തെ 10ൽ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ മൂന്നാമത്തെ 10ലും ചൊല്ലാൻ വേണ്ടി മഹാന്മാർ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം ഈ 10ൽ ഓരോ ദിവസത്തിലും 100 തവണ ആവർത്തിച്ച് ചൊല്ലാൻ വേണ്ടിയാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇതെല്ലാം നാം പതിവാക്കുമ്പോൾ ഈ മാസത്ത് നാം ബഹുമാനിക്കുന്നവരാകുന്നു. അള്ളാഹു ബഹുമാനിച്ച വമൻ യുഅല്ലിം ശആഇറല്ലാഹി വഹുവ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകൾ നാം ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഭക്തിയിൽപ്പെട്ടതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് നാം ഈ മാസത്തെ ബഹുമാനിച്ച് പരമാവധി ജീവിതത്തിൽ മുതലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല, പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ പകലിലും ഹബീബിൻ്റെ മേൽ നാം പരമാവധി ഈ മാസത്തിൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുഴയുടെ സമീപത്തുകൂടെ നടക്കുകയാണ്. ആ പുഴയുടെ വെള്ളത്തിന് വല്ലാത്ത മധുരമുണ്ട്. തേനിനേക്കാൾ മധുരമുള്ള ആ വെള്ളം, നല്ല ഐസ് പോലിരിക്കുന്ന നല്ല തണുപ്പുള്ള വെള്ളം. എന്താണ് ആ വെള്ളത്തിൻ്റെ വല്ലാത്തൊരു വാസന? കസ്തൂരിയേക്കാൾ നല്ല പരിമളം വീശുന്ന നല്ല പാനീയമാണ് അതിലൂടെ ഇങ്ങനെ ഒലിച്ച് കളകളാരവത്തോടുകൂടി ഒലിച്ചു പോകുന്നത്. അത് കണ്ടപ്പോൾ മുത്തുനബി ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ മറുപടി പറയുന്നു, ഇത് മറ്റാർക്കുമല്ല, റജബിൻ്റെ ദിനരാത്രങ്ങളിൽ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോൽ സ്വലാത്തിന് വലിയ മഹത്വം ഈ മാസത്തിലുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് 5 മഹത്തായ രാത്രികൾ ദുആക്ക് ഇജാബത്തുണ്ട് എന്നതിൽ ഓരോ ആഴ്ചയിലുമുള്ള ഇജാബത്തുള്ള രാത്രിയാണല്ലോ വെള്ളിയാഴ്ച രാവ്. ആ വെള്ളിയാഴ്ച രാവിൽ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി
ഓതിക്കൊണ്ട് നാം ദുആ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം തന്നെയാണ്. അതുകൊണ്ട് അതെല്ലാം മുതലെടുക്കാൻ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നാം വലിയ ഭാഗ്യവാന്മാരായിരിക്കും. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധമായ മാസത്തിന് നിരവധി പേരുകൾ തന്നെ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മഹത്തുക്കൾ പറയുന്നു, കസ്റത്തുൽ അസ്മാ, കൂടുതൽ പേരുകൾ വർദ്ധിക്കുക എന്നുള്ളത് ഒരാളുടെ മഹത്വത്തിൻ്റെ വർധനവിൻ്റെ അടയാളമാണെന്ന് മഹത്തുക്കളെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിരവധി പേരുകൾ വിശുദ്ധമായി മാസത്തിന് കാണാം. അതെല്ലാം ഈ മാസത്തിൻ്റെ മഹത്വമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരമാവധി നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.